RSSന്റേത് ഹിറ്റ്ലറും മുസോളിനിയും നടപ്പാക്കിയ ആശയങ്ങളാണെന്ന് പിണറായി വിജയൻ. ഹിറ്റ്ലർ ജൂതന്മാരോട് പെരുമാറിയ പോലെയാണ് RSS മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളോട് പെരുമാറുന്നത്. മൗനം പാലിച്ചാൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശാസ്ത്രരേഖയായി വിചാരധാരയിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞത് 3 ശത്രുക്കൾ: മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പോൾ കുറച്ചുകൂടി അവരത് വിപുലീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് RSSൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഹിറ്റ്ലറിൽ നിന്നാണ് അവരത് മനസ്സിലാക്കിയത്. ആ പ്രത്യയശാസ്ത്രം ഇവിടെ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രയോഗിക്കുന്നത്. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ പി രാജൻ പഴകിയ ഒരു കാര്യമാണ് വീണ്ടും ശ്രീ പിണറായി പറയുന്നതെന്ന് പറഞ്ഞു. ഇത് ഞാൻ ഇന്ന് സുധീഷ് മിന്നി 25 വർഷക്കാലം RSSൻ്റെ പ്രചാരകനായി 9 സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ പോയ അദ്ദേഹം എന്താണ് RSS എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ 25 വർഷക്കാലത്തെ അനുഭവത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്തതാണ്. ഈ പുസ്തകത്തിലെ ഒരധ്യായം ഹിറ്റ്ലറിൽ നിന്ന് ഇദ്ദേഹം RSSൽ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്ത ഭാഗങ്ങളാണ്, ശാഖകളിൽ. അപ്പോൾ അത് പഴകിയതല്ല. ഇവിടെ വളരെ വ്യക്തമായൊരു കാര്യമാണ്. നമ്മൾ ഹിറ്റ്ലറോ മുസോളിനിയോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് താരതമ്യപ്പെടുത്തുന്നതിലേക്ക് പോകുന്നില്ല. പകരം ഇവിടെ നമ്മുടെ മുമ്പിലുള്ള RSSോ BJPയോ, ഇപ്പം നമ്മൾ RSSനെയും മാറ്റിയെടുത്ത്, RSS ഭരണരംഗത്തില്ലല്ലോ, BJP ഉണ്ടല്ലോ. BJPയെ മാറ്റിയെടുത്തിട്ട് മോദി സർക്കാർ എന്ന ഭാഗത്തേക്ക് മാത്രം വന്നാൽ, മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പേ അധികാരം കിട്ടുമെന്ന് വന്ന ഘട്ടത്തിൽ മോദി പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും വളരെ ആശയോടുകൂടി ആശങ്കയല്ല ആശയോടുകൂടി കേട്ടതാണ്. കാരണം ഇവിടെ സമുദായ സൗഹാർദ്ദത്തെക്കുറിച്ച്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച്, അയൽ രാജ്യങ്ങളുമായിട്ടുണ്ടാകുന്ന നല്ല ബന്ധത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പേ മോദി പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് മോദി സർക്കാരിന് വേണ്ടിയിട്ട് നയപ്രഖ്യാപനം നടത്തിയ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതിനും ഇതേ കാര്യങ്ങൾ വളരെ എല്ലാ ആളുകൾക്കും നമ്മുടെ രാജ്യം ഒരു സന്തുഷ്ട രാജ്യമാണ്, സന്തുഷ്ട ഭാരതമായിട്ട് മാറുമെന്ന് തോന്നുന്ന രൂപത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ KPCC മീഡിയ വിഭാഗം അംഗം ശ്രീ BRM ഷഫീർ നമ്മോടൊപ്പം ഉണ്ട്. ഷഫീർ, ഈ ചർച്ചയുടെ ആദ്യ ഭാഗം താങ്കൾ ശ്രദ്ധിച്ചതാണ്. താങ്കൾ തീർച്ചയായും മറുപടി പറയേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. അതിനേക്കാൾ ഉപരി വളരെ വ്യക്തമായ ഒരു ചോദ്യം ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിച്ചു. അതായത് ഗുരുപ്രതിമ തകർത്ത പ്രതികളെ എന്തിന് വിട്ടയച്ചു എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയണമെന്ന്. അതിൻ്റെ അർത്ഥം സംഘപരിവാർ ശക്തികളെ സഹായിക്കുന്നതിൽ കോൺഗ്രസ് UDF സർക്കാർ മുൻകൈയെടുക്കുന്നു എന്ന് തന്നെയാണ്. ഈ തിരുവോണ ദിവസം മുതൽ ഇങ്ങോട്ട് നടന്ന RSSൻ്റെയും CPMൻ്റെയും സംഘർഷങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും പോലീസ് ചെയ്തതായിട്ട് ആരെങ്കിലും പറയുമോ? ഇപ്പോൾ ഏറ്റവും അവസാനം ഓണാഘോഷത്തിൻ്റെ ഘോഷയാത്ര എന്നതിൻ്റെ മറവിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയും അതിൻ്റെ മറവിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ കഴുത്തിൽ കയറ് കുരുക്കിയിട്ടതിനെ സംബന്ധിച്ച് വിവാദത്തിലകപ്പെട്ട CPMഉം തലശ്ശേരിയിലെ ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ്റെ പരിധിക്കകത്ത് വരുന്ന സ്ഥലത്ത് വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ തല്ലി തകർത്ത RSSനെയും ഞങ്ങൾ കാണുന്നത് ഒരുപോലെ തന്നെയാണ്. നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞത് ഒരു വാസ്തവവിരുദ്ധമായ കാര്യമായതുകൊണ്ട് അത് വ്യക്തത വരുത്തേണ്ടത് എൻ്റെ ചുമതലയാണ്. ഇവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഒരു പത്രസമ്മേളനം നടത്തി. അത് ഇന്നലത്തെ മാതൃഭൂമി, ദേശാഭിമാനി, ഈ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്, മനോരമയിലും കാണും. കോടിയേരി നങ്ങാറത്ത് പീടികയിൽ CPIM സ്തൂപവും കൊടിമരവും തകർത്ത് തങ്ങളാണ്. ഇതാണ് അതിൻ്റെ രത്ന ചുരുക്കം. ശ്രീ രാജേഷ് പറഞ്ഞത് സംബന്ധിച്ചാൽ CPMൻ്റെ ഓഫീസിലാണ് ഈ പ്രതിമ. അപ്പോൾ പ്രതിമ തകർത്തതും BJPക്കാരാണെന്ന് ഭംഗ്യന്തരേണ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇത് CPM ഓഫീസിൻ്റെ തൊട്ടടുത്ത ശ്രീമുദ്ര സാംസ്കാരിക വേദിയാണ്. അവിടെ എത്രയോ വർഷമായി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര കൊണ്ടുപോകുന്നു. ശ്രീനാരായണീയന്മാരായ കോൺഗ്രസ്സുകാരും BJPക്കാരും മാർക്സിസ്റ്റുകാരും എല്ലാം ഉള്ള ഒരു സമിതിയാണത്. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയാണ് ഒരു കൈ തകർത്തത്. ആ പ്രതിമ തകർത്ത കേസിലെ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു.
അവർ RSSകാരാണ്, അറിയപ്പെടുന്ന ആ പ്രദേശത്തെ RSSകാരാണ്.